സിആർ 2018 അതികഠിനമായിട്ടുള്ള പ്രളയത്തിൽ കേരളത്തിലെ പല ജീവനുകളെയും രക്ഷിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളാണ്. നമ്മൾ ഒരുപക്ഷെ രോമാഞ്ചത്തോടെ ഓർക്കേണ്ട ഒരു സത്യമാണ്. പക്ഷേ ആ മത്സ്യത്തൊഴിലാളികൾ ഈ പ്രാവശ്യത്തെ മഴയിൽ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ പാറ്റേൺ അനുസരിച്ച് ദർ ഇസ് എ മെത്തേഡ് ഇൻ ദി മാഡ്നസ് എന്ന് പറയുന്ന പോലെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സംഭവിക്കാവുന്നിൽ വേണ്ടത്ര മുൻകരുതലുകളും മുന്നറിയിപ്പുകളും ഇല്ലാത്തത് കൊണ്ട് കടലിൽ മുങ്ങി വച്ചിരിക്കുകയാണ്. അതിൽ വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും ഭീഷണിയായിട്ട് മാറിയിട്ടുള്ള മുതലപ്പുഴയിലെ പ്രവീൺ എന്ന് പറയുന്ന ആൾ വരെ ഉൾപ്പെടുന്നു. ഇവരൊന്നും ജീവനോടെ ഇരിക്കുമെന്ന് നമുക്കാർക്കും ഒരു വിശ്വാസമില്ല. ബോഡി പോലും അവരുടെ ശരീരങ്ങൾ കണ്ടെങ്കിലും അവരുടെ വീട്ടുകാർക്ക് അനന്തര ചടങ്ങുകൾ നടക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലാതിരിക്കുകയാണ്. ഓഫ് കോഴ്സ് അമൃതാനന്ദമയി മഠത്തിനടുത്ത് ഹെലിപ്പാഡ് നിർമ്മിച്ച് നേവിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ വൈകിപ്പോയി, ഈ അന്വേഷണങ്ങളെല്ലാം വൈകിപ്പോയി. ഇപ്പൊ ടൈറ്റാനിക്കിന്റെ കാര്യം പറഞ്ഞതുപോലെയല്ല, കേരളത്തിന്റെ കൈരളി ഷിപ്പ് എവിടെയെന്ന് പിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുപോലെ തന്നെ എവിടെയാണെന്നറിയാതെ വീട്ടുകാരുടെ ഒരു വിങ്ങൽ, അവരുടെ പ്രിയപ്പെട്ടവരുടെ, മക്കളുടെ, ഭാര്യമാരുടെ, അമ്മമാരുടെ, അച്ഛന്മാരുടെ ഒക്കെ ആ വേദന ഈ കടലിൽ. പണ്ടൊക്കെ പറയാണ്ട് കടലമ്മ കാത്തുകൊള്ളൂ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഉണ്ട്, അധികാരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ട്. അതിന് ഇവർക്ക് വേണ്ടി വാങ്ങിച്ച ആംബുലൻസുകൾക്ക് എന്തു സംഭവിച്ചു എന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷെ ഒന്നും നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ഒരു സംവിധാനവും എല്ലാ സംവിധാനങ്ങളോടെ പരാജയപ്പെടുന്നു. ഓഫ് കോഴ്സ് ഒന്നോ രണ്ടോ ബോഡികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും. ബാക്കി ബോഡികൾക്ക് ഇപ്പൊ എന്തു സംഭവിച്ചിരിക്കുന്നു? യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അതിന്റെ തീരദേശമാണ്. ഏതാണ്ട് 600 കിലോമീറ്ററിൽ താഴെ വരുന്ന തീരദേശമുള്ള കേരളം അതുകൊണ്ട് തന്നെ സ്വർഗമാണ്. നമുക്കറിയാം, പഴയ കാലത്തുള്ള വ്യാപാര ബന്ധങ്ങൾ കേരളത്തിലേക്ക് വന്നത്, കുരുമുളക് അന്വേഷിച്ച അറബികളും പോർച്ചുഗീസുകാരും ഒക്കെ വന്നത് കേരളത്തിലാണ്. കാരണം കേരളം അന്ന് തന്നെ വ്യാപാര മേഖലയാണ്. തീരദേശം വളരെ വിസ്തൃതമായൊരു തീരദേശം ഒക്കെ ഉണ്ട്. കേരളത്തിലെ സ്പൈസസ് ഒക്കെ അങ്ങനെയാണ് ലോകപ്രസിദ്ധമായത്. എന്നാൽ അത് രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ ഏറ്റവും വലിയ വരുമാനങ്ങളിലൊന്ന് കയറ്റുമതിയിലും ഇറക്കുമതി, നമ്മുടെ ഉപഭോഗത്തിലും മത്സ്യമാണ്. കേരളത്തിന് ഏറ്റവും കയറ്റി അയക്കുന്ന മത്സ്യമാണല്ലോ. മത്സ്യം നമ്മൾ കയറ്റി അയക്കുന്ന ഒരു പ്രധാനം. ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖല മത്സ്യമേഖലയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രോട്ടീൻ നൽകുന്നത് മത്സ്യമേഖലയാണ്. കേരളത്തിന്റെ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ്. അങ്ങനെയുള്ള മത്സ്യം കൊണ്ടുവരുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കേരളം ഒരിക്കലും അതിൻ്റെതായ ഗൗരവത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോഴും അവർ വളരെ പിന്നോക്കമായ വിഭാഗമാണ്. അത് മതപരമായ പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ പല മതങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇവർ. മത്സ്യത്തൊഴിലാളി ഒന്നിച്ച ഒരു കൂട്ടരല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിൽ രാഷ്ട്രീയമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ നമ്മൾ അതിനെ കക്ഷി രാഷ്ട്രീയമായി കാണുമ്പോൾ ഒരു പ്രതിസന്ധിയുണ്ട്. ഈ അടുത്ത ദിവസം വലിയൊരു വിവാദമുണ്ടായി. ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിയെ വല്ലാതെ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായില്ല, അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിന് മുഖ്യമന്ത്രി പറഞ്ഞു അവർക്ക് പറയാൻ അവകാശമുണ്ട്, ആയിക്കോട്ടെ. അവർക്ക് സ്വന്തം ഭർത്താവോ അനിയനോ ചേട്ടനോ അച്ഛനോ നഷ്ടപ്പെട്ട ഒരാൾക്ക് അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട്, പറയട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും പ്രതിപക്ഷം അവിടെ പോയി, മന്ത്രിമാരവിടെ പോയി, അതൊക്കെ പലതും. ഞാൻ അതിന്റെ രാഷ്ട്രീയ വിവാദത്തിൽ കിടക്കുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും ഇതിനെ കക്ഷി രാഷ്ട്രീയ ജാതി മത പ്രശ്നമായിട്ടാണ് കാണുന്നത്. അതല്ല. കേരളത്തിന്റെ തീരപ്രദേശം അറബിക്കടലിലാണ്. അറബിക്കടലിന്റെ തീരമാണ്. അറബിക്കടലിൽ പാരിസ്ഥിതികമായ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മളത് പഠിച്ചിട്ടില്ല. കൊച്ചി യൂണിവേഴ്സിറ്റിയാണ് കുറച്ച് പഠിച്ചത്. പക്ഷെ ഗവൺമെന്റിന്റെ ഒരു പോളിസിയിലും അറബിക്കടലിലുണ്ടായ മാറ്റം വന്നിട്ടില്ല. അതാ ഒന്നാമത്തെ കാര്യം. അറബിക്കടൽ ചൂടായിട്ടുണ്ട്, ഗ്ലോബൽ വാർമിങ്ങുമായി എൽനിനോ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കുറെ കാലമായി നമുക്ക് മുമ്പൊക്കെ നമുക്ക് ഈ മേഘവിസ്ഫോടനവും അല്ലെങ്കിൽ കൂമ്പാര മേഘങ്ങളും ഒക്കെ, അല്ലെങ്കിൽ ഡിപ്രഷൻ നമ്മൾ പറയില്ലേ, ന്യൂനമർദ്ദം, ഇതൊക്കെ ഉണ്ടാവുന്നു ബംഗാൾ ഉൾക്കടലില്ല. ഇപ്പൊ അതല്ല. അറബിക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാവുന്നു, അറബിക്കടലിൽ കൂമ്പാര മേഘങ്ങൾ ഉണ്ടാവുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കാലാവസ്ഥയെ വലിയ തോതിൽ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായി അറബിക്കടൽ മാറിയിരിക്കുന്നു. അവിടെ മത്സ്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ കുറെ കാലമായിട്ട് പരാതിയുണ്ട്. ഓക്കിക്ക് ശേഷം വലിയ തോതിലുള്ള മാറ്റം കടലിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇവരെ രക്ഷിക്കാൻ കേരളത്തിന് ധാർമ്മികമായ ഒരു ബാധ്യതയുണ്ട്. ഇവിടെ ഭരിക്കുന്നത് പിണറായി വിജയനോ സതീശനോ ഇനി വേറെ ആരെങ്കിലും ആവട്ടെ, അതിനെ കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഒരു പ്രതിസന്ധിയുണ്ട്. ഉദാഹരണത്തിന്, ഇടതുപക്ഷം ഇപ്പൊ പോയി ഗവൺമെന്റ് ചെയ്തില്ല എന്ന് പറയും. ശരിയായിരിക്കും, ഗവൺമെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് 146 ആളെ കാണാതായിട്ട് ഇതുവരെ ഒരു വിവരമില്ല.
ഉം, ഉം, 600ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. ഉം. മത്സ്യത്തൊഴിലാളികൾ ഉം, ഉം, ബോഡി കിട്ടി. ഉം. 146 ആളെ കാണാനില്ല, ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ കാണാതായത് അതുകൊണ്ട് ന്യായീകരിക്കപ്പെടുന്നില്ല. ആ. കാരണം ഓരോ വീട്ടിനും ഓരോരുത്തരാണല്ലോ. ആ. അപ്പൊ അവിടെ 100 ആൾ പോയി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ ഒരാൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടാവും. അതൊരു മഹാസാഗരം പോലുള്ള ദുഃഖമാണ്. അവരെ നമ്മൾ ഒരു കാരണവശാലും, ഞാൻ ആ പെൺകുട്ടിയെ, അവർക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, അതൊക്കെ ആയിക്കോട്ടെ, ആ പെൺകുട്ടി അടക്കം ഇപ്പൊ രേഷ്മ എന്ന് പറയുന്ന നീണ്ടകരയിൽ ആ ഗൗതമിന് നഷ്ടപ്പെട്ട ആ അമ്മ, അപ്പൊ അവരൊക്കെ ഉണ്ട്, നമ്മളത് ഇതിനെ കുറിച്ച് പറയല്ല. പക്ഷെ എന്താ സംഭവിച്ചത്? ഓക്കിക്ക് ശേഷം അന്നത്തെ ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് നാവിക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ISROവുമായി ബന്ധപ്പെട്ട് കടലിൽ മുഴുവൻ നിരീക്ഷണം നടത്തി കടലിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കൊണ്ടുവരിക. അതാണ് അത് നാവിക് എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കടലിൽ പോകുന്ന ആളുകൾക്ക് ഇവിടെയുമായി ബന്ധപ്പെടാം എപ്പോ വേണമെങ്കിലും, ഇവർക്ക് അങ്ങോട്ടും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലാവസ്ഥ മോശമാണ്, കൊച്ചി മേഖലയിൽ മോശമാണ്, അല്ലെങ്കിൽ തിരുവനന്തപുരം മോശമാണ്, നിങ്ങൾ കൊച്ചിക്ക് വരൂ, നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരൂ, മംഗലാപുരത്തേക്ക് വരൂ എന്ന് വരെ പറയാൻ കഴിയുന്ന ഗ്രൗണ്ടും പൈലറ്റും തമ്മിലുള്ള ബന്ധം പോലെ. അപ്പൊ അങ്ങനെയുള്ള നാവിക് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സംവിധാനം, അതിനുവേണ്ടി ഒരു ഏജൻസി ഏൽപ്പിച്ചു. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അത് എവിടെയാണെന്ന് പോലും ഇപ്പൊ ആർക്കും അറിയില്ല. നാവിക്. രണ്ടാമത്, നേരത്തെ ചോദിച്ച ആംബുലൻസ്, മറൈൻ ആംബുലൻസ്, 2 മറൈൻ ആംബുലൻസ് നമ്മൾ വലിയ പണം കൊടുത്ത് വാങ്ങി. ആ പണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കടലിലേക്ക് അയക്കാനും. അപ്പൊ കാരണം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കടലിലെടുത്തിട്ട് ബോട്ടിലെടുത്തിട്ട് കൊണ്ടുവന്നാൽ പോരാ, അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇവിടെ എത്തുന്നവരെ സമയമുണ്ടല്ലോ, ആ സമയം അങ്ങനെ പരിക്ക് പറ്റിയ ആളുകൾ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയ ആളുകൾ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് മറൈൻ ആംബുലൻസ് കൊണ്ടുവന്നത്. ഇപ്പൊ മറൈൻ ആംബുലൻസ് എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല. അതൊരു മാസമൊറ്റ ഓടി, അത് കഴിഞ്ഞപ്പോ അത് കട്ടപ്പുറത്ത് കയറി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം. എന്തുകൊണ്ടാണ് മറൈൻ ആംബുലൻസ് കട്ടപ്പുറത്താണ് എന്ന് കഴിഞ്ഞ ഗവൺമെന്റോ ഈ ഗവൺമെന്റ് ഇപ്പൊ 2 മാസം 2.5 മാസമായല്ലോ അറിയാതിരുന്നത്? എന്തുകൊണ്ടാ? ഇപ്പൊ മറൈൻ ആംബുലൻസ് എവിടെയുണ്ട്? ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് പിണറായി വിജയനൊക്കെ വന്ന് കരയുമ്പോൾ നമുക്ക് അതിന്റെ കള്ളത്തരം മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഈ ഗവൺമെന്റ് വന്നിട്ട് 2 മാസമായി. ഇപ്പൊ മൺസൂൺ വരുന്നറിയാം. ഈ മറൈൻ ആംബുലൻസ് എന്തുകൊണ്ട് റിപ്പയർ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ മറുപടി പറയട്ടെ. 2 മാസം കൊണ്ട് ചെയ്യണ്ടേ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരോടൊരു വലിയ അവഗണന, സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗത്തോട് വലിയ തോതിലുള്ള ഒരു അവഗണന നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾക്കുണ്ട്. അത് തിരുത്തിയേ പറ്റൂ. അത് തിരുത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ മേഖല തന്നെ ഇല്ലാണ്ടാവും. മാത്രമല്ല ഇവരുടെ കണ്ണീര് നമ്മൾ ഇന്നും കാണും. ഈ അമ്മമാരുടെയും സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ഒക്കെ, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഒക്കെ ഈ കണ്ണീരിന് പരിഹാരം കാണണം. രണ്ടാമത്തെ വിഷയം നേരത്തെ പറഞ്ഞ പാരിസ്ഥിതികമായ ഘടകങ്ങളാണ്. ഈ പാരിസ്ഥിതികമായ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇനി നമ്മളൊരു ഫിഷറീസ് സംവിധാനം പ്ലാൻ ചെയ്യാൻ. മൂന്നാമത്, ഇതിനെ ഗുരുതരമാക്കുന്ന തരത്തിലാണ് വിഴിഞ്ഞം പോലെയുള്ള തുറമുഖങ്ങൾ വരുന്നത്. വിഴിഞ്ഞത്ത് ബ്രേക്ക് വാട്ടർ വരുമ്പോൾ അന്ന് തന്നെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ, പാരിസ്ഥിതികമായി താല്പര്യമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ഇത് വിഴിഞ്ഞത്തിന് വടക്കോട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മുതലപ്പുഴയിൽ അതാണിപ്പോ. അത് മാത്രമല്ല, നിങ്ങളിപ്പോ ഒരു കാര്യം ആലോചിക്കും, അങ്ങ് തിരുവനന്തപുരത്ത് പോണ ആളല്ലേ? അതെ. ഒരു 10 വർഷം മുമ്പ് പോയൊരു ശംഖുമുഖം ബീച്ച് അവിടെ ഉണ്ടോ നോക്കൂ. അങ്ങനെ ഒരു സാധനം ഇല്ല. മാറിയിട്ടുണ്ട്. പ്രേമനസീർ ഷീല ഓടിക്കളിച്ചിരുന്ന ശംഖുമുഖം ബീച്ച് ഇപ്പൊ ഇല്ല. ബീച്ചില്ല, കടലെടുത്ത് പോയി. ഇപ്പൊ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് കയറുമോ കടലെന്ന് ഇപ്പൊ സംശയമുള്ളൂ. ഏതാണ്ട് അവിടെ വരെ എത്തിയിട്ടുണ്ട്. നീ കടലിന്റെ നിരപ്പ് ഉയരുകയും കടൽ കൂടുതൽ അക്രമാസക്തമാവുകയും വേലിയേറ്റം ശക്തമാവുകയും ഓഖി പോലെ എന്തെങ്കിലും വന്നാൽ തീർന്ന് തിരുവനന്തപുരം എയർപോർട്ടും തീരും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അദാനിയുടെ കയ്യിലാണ്. രണ്ടും അദാനിയുടെ, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അദാനിയുടെ തുറമുഖം കൊണ്ട് അദാനിയുടെ എയർപോർട്ട് പോയാൽ നമുക്കൊന്നും പറയാനില്ല. പക്ഷെ മനുഷ്യരല്ലേ, അവിടെയുള്ള മനുഷ്യരുണ്ട്. 2, കേരളത്തിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ? എയർപോർട്ട് പോവാന്ന് പറഞ്ഞാൽ എയർപോർട്ടിന്റെ കമ്പനിക്ക് പോണത് പോട്ടെ, അവർ ഇൻഷുറൻസ് മേടിക്കായിരിക്കും. പക്ഷെ അവിടെ യാത്ര ചെയ്യേണ്ട ആളുകൾ എത്ര ദിവസം അത് പൂട്ടിക്കിടക്കും, പിന്നെ അത് ഉണ്ടാവുമോ, അതിനുവേണ്ടി സർക്കാർ മുടക്കിയ പണം ഇതൊക്കെ പോയില്ലേ? ഇപ്പൊ വിഴിഞ്ഞത്തിന് തന്നെ സർക്കാരിലേക്ക് കൂടുതൽ പണം മുടക്കിയേക്കണേ അദാനിയേക്കാൾ. ഞാൻ പറഞ്ഞത്, അപ്പൊ മുതലപ്പുഴയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും എന്ന് കണ്ട് അത് മുൻകൂട്ടി പരിഹരിക്കാൻ നമുക്ക് ആർക്കും കഴിയാതിരുന്ന എന്തുകൊണ്ട്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മുതലപ്പുഴയിൽ സ്ഥിരം മത്സ്യത്തൊഴിലാളികളെ കാണാതാവും, കൊല്ലപ്പെടും. ഇപ്പോൾ നീണ്ടകരയിൽ വരുന്നു. ഇനി കരിമണൽ ഖനനം പോലെയുള്ള വിഷയങ്ങൾ എടുത്താൽ ഇതിനേക്കാൾ ഗുരുതരമായ പ്രശ്നമാണ്.
ഞാൻ പറഞ്ഞു ഇതൊക്കെ പഠിക്കണം. ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ സതീശൻ വലിയ വാഗ്ദാനം നൽകി. എന്താ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സിമ്പിൾ ആയിട്ടൊരു നമുക്കൊരു പരിഹാരത്തിന്റെ ഇതിലേക്ക് വന്നാൽ നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോകൾക്ക് ഈ കാര്യത്തില് ഇപ്പൊ നാവിക്കൊക്കെ എന്ന് പറഞ്ഞ് വലിയ വാർത്തയാന്ന് വന്നതാ, ഇപ്പൊ നാവിക്കിനെ കൊണ്ട് പ്രയോജനമില്ലെന്ന് പറഞ്ഞു. നമ്മൾ തിരിഞ്ഞ കമ്മ്യൂണിറ്റി റേഡിയോകൾ, ഈ ഫിഷറീസ് കമ്മ്യൂണിറ്റി തന്നെ ഒരു റേഡിയോ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട വാണിംഗും ഒക്കെ കൊടുക്കാൻ അങ്ങോട്ടും 2 വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ട്. അങ്ങനെയുണ്ട്. 2 വേ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാണ് റേഡിയോ. അതാണ് ഒരു പ്രധാന പ്രശ്നം. FM വഴി എന്നാലും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴയിൽ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ട്. ഞാൻ അതിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. അവരെന്നെ വിളിച്ചിട്ടുണ്ട് കടലിന്റെ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കാനും എന്താ സംഭവിക്കുന്നത്. ഞാൻ മാത്രമല്ല, മേധാ പട്കർ ഒരിക്കൽ അവിടെ പോയി സംസാരിക്കും. ഞാൻ ട്രാൻസ്ലേറ്റർ ആയിട്ട് പോയി അതിന്റെ അവരുടെ ട്രാൻസ്ലേറ്ററായി. കടലിന്റെ പ്രശ്നം അതല്ല, അങ്ങനെ കമ്മ്യൂണിറ്റി റേഡിയോ ഒന്നും പോരാ. സർക്കാരിന്റെ സംവിധാനം ആദ്യം സർക്കാർ ചെയ്യേണ്ടത് അറബിക്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫാക്ടേഴ്സ് വെച്ച് തീരപ്രദേശം, പല സ്ഥലത്തും തീരം കടലെടുത്ത് പോവാണ്. ഇപ്പൊ ചെല്ലാനുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തൊക്കെ ട്രൈപോഡും ഇട്ടിട്ട് ഒരു കാര്യമില്ല, ടെട്രാപോഡ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. കടല് കയറാണ്, കടല് കയറും. നിങ്ങൾ കല്ലിട്ടിട്ടും കാര്യമില്ല, കല്ലിട്ടാലും കയറും. അപ്പൊ എങ്ങനെയാണ് കേരളത്തിന്റെ തീരം സംരക്ഷിക്കേണ്ടത്? അതിന് എന്തൊക്കെ ചെയ്താൽ പറ്റും? അതിന് വിഴിഞ്ഞത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണോ പദ്ധതി? അതുപോലെ ആലോചിക്കണം. കാരണം അത് പറയണം. കേരളത്തിന്റെ തീരത്തിന്റെ സംരക്ഷണം ആരുടെ ചുമതലയാണ്? കേരള ഗവൺമെന്റ് ചുമതല. രണ്ടാമത്, ഇതിനൊരു നാഷണൽ സെക്യൂരിറ്റിയുടെ പ്രശ്നമുണ്ട്. തീരം അനാഥമായി കിടന്നാൽ, ഇപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് ബോംബെയിലെ താജ് ഹോട്ടൽ ആക്രമിച്ചത്. താജ് ഹോട്ടൽ എങ്ങനെയാ ആക്രമിച്ചത്? ബോട്ടിൽ വന്നവരാണ്. അപ്പൊ നമുക്കൊരു കണക്കും കാര്യമില്ല. ഒരു ബോട്ട് വന്നാൽ വന്നോ വന്നില്ലയോ എന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ഇതിന്റെ പഠനം നടത്തണം. ഈ തൊഴിലാളികളുടെ സുരക്ഷ ഒന്നാമത്തെ വിഷയമായിട്ട് എടുക്കണം. മത്സ്യത്തൊഴിലാളികളുടെ ഇപ്പൊ എന്താ മാറ്റുന്നുണ്ട് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. മുന്നറിയിപ്പ് ഇപ്പൊ കിട്ടുന്നതൊക്കെ വളരെ വളരെ വേഗമാണ്. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഒരു ജില്ലയിൽ ഓറഞ്ച് അലർട്ട്, റെഡ് അലർട്ട്, ആ ജില്ലക്ക് മുഴുവൻ ഉണ്ടോ? അത് ഇല്ലല്ലോ, പ്രദേശങ്ങൾക്ക് മാത്രം, ചില പ്രദേശങ്ങൾക്കേ ഉള്ളൂ. അപ്പൊ മൈക്രോ ലെവലിൽ കാലാവസ്ഥ പഠനം വേണം. ഇല്ല, ഇപ്പൊ ഇല്ല. 12 × 12 കിലോമീറ്ററിലുള്ളത് മാത്രമേ അതിനകത്തുള്ളത് പ്രൊഡിക്ട് ചെയ്യാം. അപ്പൊ പ്രശ്നം എന്താ? ഇപ്പൊ ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുമിളിയിലാവാം, മൂന്നാറിലാവാം, വട്ടവടയാവാം, തൊടുപുഴയാവാം, എവിടെ വേണിയാവാം. എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ കുട്ടമ്പുഴയാവാം, ഫോർട്ട് കൊച്ചിയിലും ആവാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ല കാര്യമുണ്ട് കിട്ടിയിട്ട് ഇല്ല. മൂന്നാമത്, ഇപ്പോ അന്ന് ഈ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മുതലപ്പുഴയിൽ നിന്ന് അല്ല നീണ്ടകരയിൽ നിന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തു. സർക്കാർ പറഞ്ഞു ശരിയാ, സർക്കാർ മുന്നറിയിപ്പ് കൊടുത്ത് രാവിലെ 5 മണിക്കാ. പക്ഷെ ഇവര് പോണത് രാത്രി 2 മണിക്കാ. 2 മണിക്ക് പോയവർക്ക് 5 മണിക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ മത്സ്യത്തൊഴിലാളികളുടെ അറിവ് ഇതിൽ പ്രധാനമാണ്. പരമ്പരാഗതമായ കടലിനെ കുറിച്ച് അറിവ് ഇവിടുത്തെ ഒരു സമുദ്ര ശാസ്ത്രജ്ഞനും അതില്ല. സത്യമാണ്. ആ അറിവ് കൂടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ കടലിലുണ്ടായ മാറ്റം വെച്ച് കേരളത്തിന്റെ തീരം സംരക്ഷിക്കാനുള്ള ഒരു സമഗ്ര പദ്ധതി വേണം. ഞാൻ മുഖ്യമന്ത്രിയുടെ അസംബ്ലി ഈ ബജറ്റ് പ്രസംഗത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതായിരുന്നു. സത്യത്തിൽ ഒരു ക്ലൈമറ്റ് റെസിലിയന്റ് ആയ ഒരു പ്രോജക്റ്റ് ഇതിന് വരണം. കേരളത്തിലെ എല്ലാ സ്ഥലത്തും വരണം, പ്രത്യേകിച്ച് തീരദേശത്തിന്. അങ്ങനെ ചെയ്യുമെന്ന് പ്രഖ്യാപനം നമ്മൾ പലതും കേട്ടിട്ടുണ്ടല്ലോ. പ്രഖ്യാപനമൊക്കെ അവസാനം റൂം ഫോർ റിവറൊക്കെ നമ്മൾ കേട്ടിട്ട് പ്രളയം വരില്ല. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുമോ? ഇല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. തീർച്ചയായിട്ടും ക്രിമിനൽ കുറ്റമാണ്. ഇത് പഠിക്കാതെ തൽക്കാലം അവർക്ക് 12 ലക്ഷം രൂപ കൊടുത്തു, 5 ലക്ഷം രൂപ കൊടുത്തു, കണ്ടില്ല. മന്ത്രി പോയി, മറ്റേ ഹെലികോപ്റ്റർ മന്ത്രി സന്ദർശിച്ചു, പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു, ഹെലികോപ്റ്റർ പറന്നു. ഇതൊന്നും ഒരു കാര്യമില്ല. സമഗ്രമായ ഒരു പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യമേഖലയ്ക്ക് വേണ്ടി, തീരദേശത്തിന് വേണ്ടി, അത് കാലാവസ്ഥാ മാറ്റവും നമ്മുടെ തെറ്റായ വികസന രീതികളും പരിഗണിച്ചുകൊണ്ട്. ഞാനൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ഒരു തവണ ഞാൻ ഒരു ഷൂട്ടിന്റെ ആവശ്യത്തിന് ദൂരദർശന് വേണ്ടിയിട്ട് ഈ കൊച്ചി തീരത്ത് നിന്ന് ഞാനൊരു ബോട്ടിൽ, ഫിഷിംഗ് ബോട്ടിൽ പോയി ആഴക്കടലിലേക്ക് തന്നെ പോയി ആ മത്സ്യം കാണിക്കാൻ വേണ്ടി, സ്വിഫ്റ്റിന്റെ അഭിമുഖത്തിൽ. പോയപ്പോൾ അതിനകത്ത് സാറ്റലൈറ്റ് സംവിധാനമുണ്ട്. സാറ്റലൈറ്റ് വഴി ISROയുടെ സാറ്റലൈറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? കാലാവസ്ഥയൊന്നുമല്ല, കടലിനടിയിൽ എവിടെയാണ് മീൻ കൂടുതലുള്ളതെന്ന്. അത് കണ്ടിട്ട് കാര്യമുണ്ടോ? അവൻ മരിക്കുമോ? ചുവരുണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റും. ആ ഒരു സംവിധാനം തീർച്ചയായിട്ടും എല്ലാ ഫിഷിംഗ് ബോട്ടിലും ഉണ്ടാവേണ്ട. അത് മാഷ് പറഞ്ഞത് ഇപ്പൊ ദീർഘകാലാടിസ്ഥാനത്തുള്ള പദ്ധതി. ഇങ്ങനൊരു ഷോർട്ട് ടൈം സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അല്ല, ദീർഘകാലം മാത്രമല്ല, ഷോർട്ട് ടൈം ഉണ്ട്, മിഡ് ടൈം ഉണ്ട്, ഒക്കെ ചെയ്യണം. അതിനൊരു പ്ലാൻ ഉണ്ടാവണം. ആ പ്ലാൻ ഇല്ല നമുക്കിപ്പോ. അതാണ് പ്രശ്നം. തീർച്ചയായും നീജർക്ക് എന്ന് പറയില്ലേ, ഒരു പ്രശ്നം ഉണ്ടായ ഉടനെ എല്ലാവരും കൂടി കയറി അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, മറന്നു. ഇതാണ്